കുറച്ച് നല്ല ഫ്രഷ് വറ്റമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, കോട്ടയം സ്റ്റൈലിൽ നല്ല മുളകിട്ടൊരു മീൻകറി അങ്ങ് വെച്ചു. അതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി കപ്പയും. അപ്പോൾ ഡൽഹിയിലൊക്കെ ഇത് സാധാരണയായിട്ട് കിട്ടും കേട്ടോ. നമ്മളൊന്ന് അന്വേഷിച്ചാൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാമെന്ന് ഓർത്തിട്ട് ലേശം മാങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മൂന്നും ചേർത്തിട്ട് അങ്ങ് കുഴച്ചിട്ട് അങ്ങ് കഴിച്ചെൻ്റെ ദൈവമേ പറയണ്ട, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. മീൻകറി നല്ല സൂപ്പറായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മീൻകറി ഇങ്ങനെ വിപുലമായിട്ട് വെക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യത്തെ സംരംഭമായതുകൊണ്ടാണ് ഞാൻ റെസിപ്പി ആദ്യമേ ഇടാത്തത്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ, എന്നിട്ട് വേണമല്ലോ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ. അപ്പം ഞാൻ ഫുള്ളി എന്താ പറയുക സാറ്റിസ്ഫൈഡാണ് എൻ്റെ ഈ റെസിപ്പിയിൽ. അങ്ങനെ അത് കൂട്ടി കഴിച്ചു. എൻ്റെ അമ്മ ഒന്നും പറയണ്ട, വയറൊക്കെ നല്ല ബും ബും എന്നായപ്പോൾ എന്ത് ചെയ്തു, ചെറിയൊരു ഓക്കിന് പോയി. അതൊക്കെ ഒന്ന് ദഹിക്കണമല്ലോ. അങ്ങനെ നടന്ന് ഞങ്ങൾ എത്തിപ്പെട്ടത് ഈ സ്ട്രീറ്റിലാണ്. ഈ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇത് കിട്ടും, നമ്മുടെ സ്വന്തം മോമോ. ഇത്രയും കപ്പയും മീനൊക്കെ കഴിച്ചാൽ മോമോ കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ പോയ സ്ഥിതിക്ക് നമ്മൾ ചുമ്മാ നടന്ന സ്ഥിതിക്ക് ഒന്ന് കഴിക്കാൻ ഓർത്തു. പിന്നെ ഈ ഒരു പ്ലേറ്റ് മോമോ, ഇതൊരു ഹാഫ് ചിക്കൻ മോമോ കേട്ടോ. ആ ഹാഫ് ചിക്കൻ മോമോ എന്ന് പറഞ്ഞാൽ 6 പീസ് ഉണ്ടാവും. അതിനകത്ത് 40 രൂപയുള്ളൂ കേട്ടോ ഇവിടെ. പിന്നെ സോസായിട്ട് മയോണൈസും ഉണ്ട്, അതുപോലെ തന്നെ കെച്ചപ്പും ഉണ്ട്. പിന്നെ ഈ പൊടി, ഈ ചാറ്റ് മസാലയൊക്കെ ഇടുന്ന പൊടിയില്ലേ, അതും ഉണ്ട് കേട്ടോ. ആ ചാറ്റ് മസാല പൊടി ഞാനിട്ടില്ല, എനിക്കതിൻ്റെ ടേസ്റ്റ് എന്തോ ഇഷ്ടമില്ല ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് അത് 1-2 പീസും കഴിച്ച് അവിടെ നിന്ന് സ്ഥലം വിട്ടു. പക്ഷെ എന്തൊക്കെ മോമോയാന്ന് പറഞ്ഞാലും നമ്മുടെ വറ്റയുടെയും കപ്പയുടെ അടുത്ത് പോലും വരില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.